ശബരിമലയോടും അയ്യപ്പനോടുമുള്ള ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസം അരക്കിട്ടുറപ്പിച്ച് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം. വിശ്വാസത്തിനൊപ്പം വികസനമെന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച മഹാസംഗമത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഭക്തർ ഒഴുകിയെത്തി. ശരണമന്ത്രങ്ങൾ മുഴങ്ങിയ അന്തരീക്ഷത്തിൽ BJP തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ സംഗമം ഉദ്ഘാടനം ചെയ്തു. തേജസ്വി സൂര്യ MP ഉൾപ്പെടെയുള്ളവർ പരിപാടിയുടെ ഭാഗമായി. 2018 ശബരിമലയിലെ ധർമ്മ സംരക്ഷണത്തിനായി നാമജപഘോഷയാത്ര നടന്ന പന്തളത്തെ മണ്ണിലാണ് ആയിരങ്ങൾ പങ്കെടുത്ത മറ്റൊരു ഭക്തസംഗമം കൂടി നടന്നത്. ഗുരുസ്വാമിമാർ ശരണമന്ത്രം മുഴക്കിയ അന്തരീക്ഷത്തിൽ ഭക്തജന സംഗമത്തിന് ഭക്തിനിർഭരമായ തുടക്കം. സ്വാഗത സംഘം ജനറൽ കൺവീനർ SJR കുമാർ സ്വാഗതം ആശംസിച്ചതിന് പിന്നാലെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം. ഹരിഹരസനേ. ശബരിമലയുടെ സമീപകാല സംഭവങ്ങൾ പരാമർശിച്ചായിരുന്നു K. അണ്ണാമലൈയുടെ ഉദ്ഘാടന പ്രസംഗം. 2011-12 மாஸ்டர் பிளான்ல என்ன சொல்றாங்க, 148 கோடி ரூபாய் ஐயப்பனுக்கு நாங்கள் செலவு பண்ணியிருக்கோம். ஐயப்பனை பார்க்க போகும் பொழுது ஒரு ரோடு, ஒரு பிரிட்ஜு, ஒரு டிட்ஜு, ஒரு கான்கிரீட்டு இதெல்லாம் போட்டு ஐயப்பனுடைய கணக்கில் எழுதிட்டு போடுறாங்க. ஆனால் ஐயப்பன் மட்டுமே சபரிமலையினுடைய வருமானத்தை பாருங்க. 2024-25 சபரிமலையினுடைய வருமானம் 441 கோடி. 2023-24 360 கோடி. 2022-23 301 கோடி. கடந்த 3 ஆண்டுகளில் மட்டுமே சபரிமலையினுடைய வருமானம் 1300 கோடி ரூபாய். சபரிமலையினுடைய வருமானம் 100 கோடி ரூபாய்க்கு ரோட்டை போட்டுட்டு கோவில் உண்டியல் இருக்கக்கூடிய பணத்தை எப்படி தமிழகத்தில் திராவிட முன்னேற்ற கழகத்தினுடைய அரசு திருடுறாங்களோ அதே வேலையை செய்வதற்காக விஜயன் அவங்க இணைஞ்சிருக்கிறாங்க. அது ஒன்று இருக்குல்ல, 1000 கோடி ரூபாய் நாங்கள் ஐயப்பனுக்கு செலவு செய்வோம். நீங்கள் நல்லா யோசிச்சு பாருங்க. ശരണം വിളിച്ചുകൊണ്ടായിരുന്നു തേജസ്വി സൂര്യ MPയുടെ വാക്കുകൾ ആരംഭിച്ചത്. അയ്യപ്പ ഭക്തർക്കെതിരായ വ്യാജ കേസുകൾ പിൻവലിക്കാതെ സംസ്ഥാന സർക്കാരിന് എങ്ങനെ ആഗോള അയ്യപ്പ സംഗമം നടത്താനാകുമെന്ന് അദ്ദേഹം ചോദിച്ചു. സ്വാമിയേ, through you I demand this state government that before you on the moral authority, the Naitika Shakti, the moral right to organize a temple, organize a global conference of Sabrimala Ayyappa devotees, you should do 2 things primarily. First, change the affidavit in Supreme Court and put a fresh affidavit saying we will respect the traditions of this land. Second, you cannot organize a global Ayyappa conference while you file false cases on thousands of Ayyappa devotees in Kerala. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശ്രീശക്തി ശാന്താനന്ദ മഹർഷി, യോഗി മണികണ്ഠാനന്ദ സരസ്വതി, ശോഭാനന്ദ സരസ്വതി ഉൾപ്പെടെയുള്ള സന്യാസി വര്യരും ശബരിമല സംരക്ഷണ സംഗമത്തിന് അനുഗ്രഹമായി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ, ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ, പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് J. നന്ദകുമാർ, VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. അയ്യപ്പന്റെ അനുഗ്രഹം നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു സംഗമമെന്ന് സംഘാടക സമിതി അധ്യക്ഷൻ കൂടിയായ പന്തളം കൊട്ടാരം പ്രതിനിധി PN നാരായണവർമ്മ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ശബരിമല സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന പ്രമേയം സംഗമം അംഗീകരിച്ചു. വേദിയിലുണ്ടായിരുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പ്രമേയം കൈമാറി. സംഗമത്തിൽ ദൃശ്യമായ വലിയ ഭക്തജന പങ്കാളിത്തമായിരുന്നു ഇതിന് തെളിവ്. സംഗമത്തിന് ആശംസ അറിയിച്ച് യോഗി ആദിത്യനാഥ്
അയച്ച കത്തും വേദിയിൽ വായിച്ചു. ജനം പന്തളം.